ഇതിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 90 സീറ്റുകളിൽ കൂടുതൽ നേടി LDF തുടർ ഭരണത്തിലെത്തുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. UDF ജയിക്കുമെന്നത് വാസ്തവ വിരുദ്ധമായ പ്രചാരണമാണെന്നും MV ഗോവിന്ദൻ. പോളിംഗ് വർദ്ധിക്കാൻ കാരണം ഭരണവിരുദ്ധ തരംഗമല്ലെന്നും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടറിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു MV ഗോവിന്ദൻ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 90-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPIM. ഉയർന്ന പോളിംഗ് എന്നത് അതൊരു അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് 70ഓളം സീറ്റുകൾ പോളിംഗ് കുറയുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ വോട്ടെണ്ണം കുറഞ്ഞു എന്നടക്കം വിലയിരുത്തിയാണ് ഒരു 90+ ഭൂരിപക്ഷം ഒക്കെ നിർണ്ണയിക്കാൻ പാകത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണം MV ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തങ്ങൾ വിജയിച്ചു, മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകളൊക്കെ UDF തുടങ്ങി വെച്ചിരിക്കുന്നു. ഉയർത്തിയിരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്നൊരു വിമർശനം കൂടി MV ഗോവിന്ദൻ ഉയർത്തുന്നു. അതോടൊപ്പം BJP സീറ്റ് തുറക്കില്ലെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചെയ്യുന്നു. വിനേഷ്, കൂട്ടിയും കിഴിച്ചും ഒരു കാൽക്കുലേഷനിലെത്തി അതിനുശേഷം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനം MV ഗോവിന്ദൻ പറഞ്ഞത്? വിജയിക്കുമെങ്കിൽ അതെന്തുകൊണ്ട് കൂടിയായിരിക്കും? വിനേഷ് കുമാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനേഷ്, കേൾക്കാമെന്നാണ് കരുതുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ MV ഗോവിന്ദന്റെ സംസാരം കേട്ടു, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. വലിയ പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു തുടർ ഭരണം അതുതന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെ വിശകലനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് CPIM? അമൃത, 90 സീറ്റിലധികം നേടി ഭരണ തുടർച്ച ഉണ്ടാവും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് MV ഗോവിന്ദൻ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് MV ഗോവിന്ദൻ. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുള്ള കണക്കെടുപ്പൊക്കെ പൂർത്തിയാക്കി കൂട്ടിയും കിഴിച്ചും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകൾ, കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ അതെല്ലാം കൂട്ടിവെച്ചതിന് ശേഷമാണ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം ഉയർന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരേ പേസിൽ ഒരേ വേഗതയിൽ ജനം വോട്ട് രേഖപ്പെടുത്തി ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഭാഗം അവസാനിക്കുമ്പോൾ പോളിംഗ് ശതമാനം കൂടിയെന്ന് പറയുമ്പോഴും കണക്കുകൾ വോട്ടുകളുടെ എണ്ണത്തിൽ, അതായത് SIR അടക്കം കഴിഞ്ഞ ശേഷം വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരുന്നു. ഇതുകൂടി അടിസ്ഥാനമാക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറവ് വോട്ടുകളാണ്. പ്രത്യേകിച്ച് 70 മണ്ഡലങ്ങളുടെ കണക്കൊക്കെ എടുത്താണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നത്. 70 മണ്ഡലങ്ങളിൽ UDF-നടക്കം ആധിപത്യം ഉണ്ടാവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളടക്കം വോട്ട് കുറഞ്ഞുവെന്ന് പറഞ്ഞ് 90+ സീറ്റ്, 90+ സീറ്റുകൾ നേടുമെന്ന് ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിക്കുകയാണ് MV ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ BJP ശക്തമായ ത്രികോണ പോരാട്ടം ഒരുപാടിടത്ത് നടന്നു എന്നൊക്കെ നമ്മൾ കരുതുന്ന പലയിടങ്ങളുണ്ട്. ആ ഇടത്തുകളൊന്നും BJP ഈ പറഞ്ഞതുപോലെ അവിടെ സീറ്റ് ഉണ്ടാക്കില്ല. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ BJPക്ക് സീറ്റ് ഉണ്ടാകില്ല, 0 ആയിരിക്കും, അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ നേരത്തെ കുംഭമേളയ്ക്കിടെ വൈറലായ മോഡലിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ അന്ന് ആ വിവാഹം നടത്തിക്കൊടുത്തിടത്തടക്കം എത്തിയ ആളാണ് MV ഗോവിന്ദൻ. അതുമായി ബന്ധപ്പെട്ട് തന്റെ ബോധ്യത്തിൽ മാറ്റങ്ങളൊന്നുമില്ലെന്നും ഇതൊരു കേരള മോഡലാണെന്നും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. വിനേഷ് ഉണ്ട്, വിനേഷ് തുടരും. അതെ, അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. കാരണം ഇനിയും ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിന്റെ ഫലമായി തന്നെയാണ് നമ്മുടെ പ്രവർത്തകരും അതുപോലെ തന്നെ മുന്നണിയും ഒറ്റക്കെട്ടായി തന്നെ മുന്നണിയിലെ പ്രവർത്തകരുൾപ്പെടെ വീടുകൾ കയറി ഇറങ്ങിയും ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കഷ്ടപ്പാടിന് എന്തായാലും ഫലം ഉണ്ടാകാൻ പോകുന്നു. അതായത് ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കുമോ പാർട്ടി എന്ന് ചോദിക്കുമ്പോൾ ആ ആഗ്രഹത്തിനൊപ്പം, ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക മാത്രമേ പാർട്ടിക്ക് കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായപൂർത്തിയായതാണോ എന്നുള്ളത് അവരുടെ കയ്യിലെ രേഖകളും മറ്റും പോലീസ് പരിശോധിച്ചതാണ്. പരിശോധിച്ച് അവർക്ക് പ്രായപൂർത്തിയായതാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടന്നിട്ടുള്ളത്. അതിൽ പോയതിൽ ഒട്ടും പക്വതയില്ലായ്മയൊന്നുമില്ല, വളരെ പക്വമായ ഇടപെടൽ തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന്
എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗവും UDF-ഉം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പോളിംഗ് വർദ്ധിച്ചിട്ടുള്ളത് എന്നാണ്. പക്ഷേ ആ പോളിംഗ് അങ്ങനെ കാര്യമായി വർദ്ധിച്ചിട്ടില്ല. കഴിഞ്ഞ 2021 അപേക്ഷിച്ച് പോളിംഗ് കുറവായിരുന്നു. SIR വന്നതിന് ശേഷം പോളിംഗ് കുറവായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി പോളിംഗ് വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ UDF കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മാധ്യമങ്ങളും UDF ആണ് അധികാരത്തിൽ വരിക എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവചനങ്ങളൊന്നും തന്നെ പാർട്ടി നോക്കുന്നില്ല. കാരണം CPIM-ഓ അല്ലെങ്കിൽ LDF-ഓ അത്തരം കാര്യങ്ങൾ നോക്കുന്നില്ല. കാരണം ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.